Dear students, നമ്മളുടെ ഓറിയന്റേഷന്റെ ഹൗ ടു ബിൽഡ് എ സക്സസ്ഫുൾ കരിയർ എന്ന് നമ്മുടെ സ്വന്തം ഷഹീദ മിസ് എടുക്കുന്ന സെഷനിലേക്ക് നമ്മൾ പോകുകയാണ്. നിങ്ങൾ ഷഹീദ മിസ്സിന്റെ പേരിന്റെ മുമ്പിലുള്ള 2 ഡെസിഗ്നേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലെഫ്റ്റനന്റ് ആൻഡ് ഡോക്ടർ. ഈ 2 ഡെസിഗ്നേഷനും സ്വന്തം പേരിനോടൊപ്പം വെച്ച് ചേർക്കാൻ എടുത്ത ഒരു എഫേർട്ട്, അത് തന്നെയാണ് ഹൗ ടു ബിൽഡ് എ സക്സസ്ഫുൾ കരിയർ എന്നുള്ള ഈ ടോപ്പിക് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഷഹീദ മിസ്സിന്റെ അർഹത. കാരണം ഷി ഹാസ് ബിൽഡ് എ വെരി സക്സസ്ഫുൾ കരിയർ. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ PhD കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് ആയ ടീച്ചറാണ്. ഗൈഡ് ആവാനും ഉള്ള സക്സസ്ഫുൾ പ്രയത്നത്തിലാണ്. PDF എടുക്കുക എന്നുള്ള വലിയൊരു അംബീഷൻ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. NCCയുടെ ചാർജുള്ള ലെഫ്റ്റനന്റ് കേണലാണ്. പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇതിനെക്കാട്ടിലൊക്കെ ഉപരി നമുക്കൊക്കെ നല്ലൊരു ഫ്രണ്ടാണ്. വളരെ പോസിറ്റീവായിട്ട് മാത്രം ആരെ കുറിച്ചും എന്തിനേയും കുറിച്ചും പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ആൻഡ് ഒരു സ്വഭാവം എനിക്ക് പലപ്പോഴും മിസ്സിനോട് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അതാണ്. എത്രയും നമ്മളൊക്കെ എപ്പോഴും ഒരാളുടെ നെഗറ്റീവിലേക്ക് നമ്മുടെയൊക്കെ കണ്ണ് എപ്പോഴും പോകുമ്പോ ഒരുപാട് നെഗറ്റീവുകളുടെ കൂമ്പാരമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പോലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എങ്ങനെ തെരഞ്ഞുപിടിച്ച് അവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റണേന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സോ ഞാൻ വളരെ സന്തോഷത്തോടെ, അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ മിസ്സിനോട് സൗകര്യം ചോദിച്ചിട്ടൊന്നല്ല ഈ ഡേറ്റ് മിസ്സിന് കൊടുത്തത്. ഷെഡ്യൂൾ അങ്ങ് സെറ്റ് ചെയ്യണ തിരക്കില് ഒരു ഡേറ്റ് മിസ്സിന് അങ്ങ് മാറ്റി വെച്ചു. പക്ഷെ അങ്ങനെ മാറ്റി വെക്കുമ്പോ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മിസ്സിന് ഇപ്പൊ ഈ ഒരു ക്ലാസ് എടുക്കാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. 2 ചെറിയ മക്കളുണ്ട്. മിസ് മെറ്റർണിറ്റി ലീവ് കഴിഞ്ഞ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. കുട്ടികള് 2 പേരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നിട്ടാണ് ഇപ്പൊ സെഷൻസ് എടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഡേറ്റിൽ, ഈ ഒരു ടൈമിൽ, ഈ ഒരു ക്ലാസ് മിസ്സിന്റെ ഒരു പേഴ്സണൽ ഇൻകൺവീനിയൻസ് കൊണ്ട് മാറ്റിവെക്കരുതെന്ന് വളരെ നിർബന്ധപൂർവം അത് ഏറ്റെടുത്ത ഒരാളാണ്. സോ അത് തന്നെയാണ് സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കാനായിട്ട് ഷഹീദ മിസ്സിന് പറ്റിയ ഒരു സക്സസ് മന്ത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറയാനാണെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ മിസ്സിന്റെ സമയം അധികരിച്ച് എന്റേതായിട്ട് എടുക്കുന്നില്ല. വിത്ത് ഹോൾ ഹാർട്ട് ആൻഡ് ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ് ഞങ്ങൾ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ സ്വന്തം ഷഹീദ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്സേ, സ്റ്റാർട്ട് ചെയ്തോളൂട്ടാ. ഓക്കെ ആശ, ഇത്രയ്ക്കൊന്നും പറയണോ? എന്തായാലും സന്തോഷം ആശ, ഇത്രയധികം പറഞ്ഞത് വളരെ സന്തോഷമായി, കേട്ടപ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിഹാവ് നമുക്ക് തുടങ്ങാം. ഓക്കെ, കുട്ടികളെല്ലാരും ഇല്ലേ ഇവിടെ? ഹലോ, അവര് പറയായിരിക്കൂലേ? ശ്രീധം കിരു ഹാപ്പി അല്ലേ നിങ്ങള്? കോഴ്സ് ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ എത്രാമത്തെ സെക്ഷനാണ് നിങ്ങൾ കേൾക്കണത്? മക്കളെ പറയൂ, കേൾക്കണില്ലേ ഞാൻ പറയണത്? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്ലീസ് ഡു റെസ്പോണ്ട്. അല്ല, നമ്മളെ വൺ സൈഡ്. ഓക്കെ ഓക്കെ, ഒരാളെങ്കിലും അറ്റ് എ ടൈം ഒരു ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, ഒരു ഇന്ററാക്ഷൻ ആക്കാം. വൺ സൈഡ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ ഓക്കെ. VP ആരാ? വിപിനാണോ? ആരാ VP? ആരാ? സുരേഷ് ബാബു ആണ് മിസ്സേ. ഓക്കെ, എല്ലാരും എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയില്ല. ഞാൻ നിങ്ങളുടെ അഡ്മിഷൻ സമയത്തും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാത്തത് കൊണ്ട് അസൈൻമെന്റും ആയിട്ട് നിങ്ങളുടെ പേരുകളൊന്നും എനിക്ക് ഫെമിലിയർ അല്ല. പക്ഷെ നമ്മളിനി ഓഫ്ലൈൻ മോഡിലേക്ക് വരുമ്പോൾ എല്ലാവരും പരിചയപ്പെടും. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ 4 ഫാക്കൽറ്റീസ് ആണ്. നമ്മളെല്ലാവരും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ശരിക്കും ഞാൻ പറഞ്ഞ ഞങ്ങള് അവിടെ വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ അധികം ഒരു ഇൻട്രൊഡക്ഷൻ അധികം പറയുന്നില്ല, എങ്കിലും നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് പോവാം. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് സംശയിച്ചിട്ടായിരിക്കും അല്ലെ, ഈ BBA വേണോ, BCom വേണോ, BCom ആണോ നല്ലത്, BBA ആണോ നല്ലത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ചെയ്തതിനു ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കുക. അറിയാം, മെജോറിറ്റി. ചില ആൾക്കാർ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. +2 മുമ്പോ +2 പഠിക്കുമ്പോഴോ BBA എടുക്കാൻ, BBA എടുക്കാന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് കുറവായിരിക്കാം.
ഓക്കെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ കരിയർ സക്സസ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാ ഈ കരിയർ? ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടേണ്ട ക്ലാസ്സാണ്. ഈ കരിയർ തുടങ്ങുമ്പോഴും ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് റിവൈൻഡ് ചെയ്യണം. എങ്ങനെയാ ഒരു കരിയർ സക്സസ് ആവാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് വേണ്ടത്, എന്തൊക്കെ മന്ത്രാസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എല്ലാവരും നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇത് ആദ്യമേ നിങ്ങളോട് തുടങ്ങുമ്പോൾ തന്നെ പറയണത് നിങ്ങൾക്ക് ഒരു ഫോക്കസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കരിയർ നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസ് ആയി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആശി മിസ് ഇത്രയും നല്ല സെക്ഷൻസുകൾ. ഒക്കെ മിസ്സിന്റെ ബ്രൗസർ കണ്ടപ്പോ, ഡിപ്പാർട്ട്മെന്റ് ബ്രൗസറൊക്കെ കണ്ടപ്പോ അവരെല്ലാവരും നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് ഇൻപുട്ട് തരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കരിയർ സക്സസ് ആയി കഴിഞ്ഞാൽ ലൈഫ് സക്സസ് ആയോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എല്ലാരും? ഹലോ, കരിയർ സക്സസ് ആയ ലൈഫ് സക്സസ് ആയി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. കരിയർ സക്സസ് ആയാൽ ലൈഫ് സക്സസ് ആയെന്ന് വിശ്വസിക്കുന്നുമില്ല. അപ്പൊ ഈ സെക്ഷന്റെ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ? ആർക്കും വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാട്ടോ, ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും വേണ്ടത് കരിയർ സക്സസ് ആവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫ് മൊത്തം സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതാണ്. ഹലോ, ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ കരിയർ സക്സസ് ആയ ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 50% നമ്മൾ കരിയർ സക്സസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. എങ്കിലും നമ്മുടെ വർക്ക്, നമുക്ക് 2 ലൈഫാണല്ലോ ഉള്ളത്. വർക്ക് ലൈഫ് ഉണ്ട്, അതേപോലെ ഫാമിലി ലൈഫ് ഉണ്ട്. വർക്ക് ലൈഫും ഫാമിലി ലൈഫും നന്നായി ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്യണം? സക്സസ് ആവാൻ ഏറ്റവും എളുപ്പം എന്നുള്ള പറയുന്നത്, ഏറ്റവും വലിയ എളുപ്പ കാര്യം, സക്സസ് ആയ ആൾക്കാർ ലോകത്തുണ്ട് ഇല്ലേ? ലോകത്ത് ഒരുപാട് ഫ്രം ദി ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഈസി ടാസ്ക് എന്ന് പറഞ്ഞാല്, സക്സസ് ആയ ആൾക്കാരെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ ഹാബിറ്റ്സും അവരെ ആക്ടിവിറ്റിയും അത് ഫിഗർ ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ നീഡിനനുസരിച്ച് മോൾഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ സക്സസ് ആവാൻ, ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ കരിയറിൽ സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കരിയർ സക്സസ് ആയ കുറെ ആൾക്കാർ ഒരുപാട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ആദ്യമായിട്ട് ആയിക്കോട്ടെ, അത് വെദർ ഇറ്റ് ഈസ് എ പേഴ്സണൽ ഗോൾ ഓർ കരിയർ ഗോൾ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ പേഴ്സൺസിന് എല്ലാവർക്കും ഉണ്ടായ ആദ്യത്തെ ഒരു കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അവർക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്? അപ്പൊ ആദ്യത്തെ ഒരു കരിയർ ആവാനോ സക്സസ് ആവാൻ നമുക്ക് വേണ്ടത് എന്താണ്? കരിയർ ഗോൾ സെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് ആണ്. നമുക്ക് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യണം. എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം? എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവിടെ ഈ ഹലോ, ആരും ഒരാളെങ്കിലും ഹലോ, എല്ലാരും ഉറങ്ങിയാ? ഇല്ല മിസ്സേ. മിസ്സേ, ചില നേരത്ത് ഓഡിയോ കട്ടാവുണ്ട്. ആണോ? കുഴപ്പമില്ലല്ലോ, റേഞ്ച് മോൻതായിരിക്കൂടാ, ഇവിടെ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കരിയർ സക്സസ് ആവാനോ ലൈഫ് സക്സസ് ആവാനോ നമുക്ക് ആദ്യം മിസ്സേ. ഓക്കെ, ഞാൻ ഒന്നും കൂടി അടുത്ത് വന്ന് സംസാരിക്കണം. ഏറ്റവും ആദ്യം വേണ്ടത്, ഫോണിലെ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചും കൂടി സെറ്റ് ആവൂടാ, ചിലപ്പോ 2-3 കൂടി വരും. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് യുവർ ഗോൾ, അതാണ് ഫസ്റ്റ് മന്ത്ര, സക്സസ് മന്ത്ര. സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഏറ്റവും വേണ്ട സ്കില്ലാണ്, നമുക്ക് വേണ്ട സ്കില്ലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഗോൾ എപ്പോഴും എങ്ങനത്തെ ഗോൾ ആയിരിക്കണം? സ്മാർട്ട് ആയിരിക്കണം. ഗോൾ ഷുഡ് ബി സ്മാർട്ട് ആയിരിക്കണം. എങ്ങനെ സ്മാർട്ട് എന്ന് പറഞ്ഞാല്, സ്മാർട്ട്, S സ്റ്റാൻഡ് ഫോർ സ്പെസിഫിക്.
നമ്മൾ ഗോള് കൃത്യമായി നമ്മൾ കൃത്യത ഉണ്ടായിരിക്കണം. വാട്ട് ഡു യു വാണ്ട് ടു ഡു, അങ്ങനെ പറയാം. എന്താണ് ചെയ്യേണ്ടത്, വേർ ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, അങ്ങനെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിരിക്കണം. ഡെഫിനറ്റ് ആയിട്ടും ക്ലാരിറ്റി ഡിഫൈൻ ചെയ്യണം. ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ ഗോളിന്. ഓക്കെ, നെക്സ്റ്റ് മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗോളിനെ നമുക്കത് സ്മോൾ നമുക്ക് വലിയൊരു സ്റ്റെപ്പ് ആദ്യം തന്നെ എടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത് ബിഗ് ഗോളിന് നമ്മൾ എപ്പോഴും പറയാ ബിഗ് ഡ്രീം കാണണം. അപ്പൊ അത് നാളെ ആ ഡ്രീമിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്താണ് അതിനെ ബ്രേക്ക് ചെയ്ത് അപ്പൊ നമ്മൾ ആഫ്റ്റർ 5 ഇയറിന് ശേഷം ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മള് അതിനെ ബ്രേക്ക് ചെയ്യാം. 4 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, 3 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, 2 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, 1 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, ഇങ്ങനെ ഇന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ അതിനെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് അറ്റൈനബിൾ ആയിരിക്കും. നമ്മുടെ ഗോൾ ഷുഡ് ബി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ ആയിരിക്കണം. ഇപ്പൊ നാളെ ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്ക് മൂണിൽ പോവാന്ന് പറഞ്ഞത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോളാണോ? അല്ല. അപ്പൊ ഗോൾ ഷുഡ് ബി അറ്റൈനബിൾ ആയിരിക്കണം, ദെൻ റിയലിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, ശരിക്കും നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റണം, ദെൻ ടൈം ബൗണ്ടർ ആയിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ സക്സസ് ആവാൻ വേണ്ടി ഏതൊരു വ്യക്തിക്കും കരിയർ ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുട്ബോൾ കളിക്കാന്ന് വിചാരിക്കും. ഫുട്ബോൾ കളിക്കുമ്പോ അവിടെ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ? അല്ലേ? ഗോൾ അല്ലെങ്കിൽ ഇപ്പൊ 4 ആഴ്ച നമുക്ക് ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ബസ്സിൽ പോവാൻ ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ ഒരു സ്ഥലം ചൂസ് ചെയ്യാ? നമുക്കറിയാം എവിടേക്കാ പോണ്ടേന്ന്. ഓക്കെ, ആ പറയണ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളിൽ നമ്മൾ കയറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെറുതെ വന്ന് നിൽക്കില്ലേ? അപ്പൊ നമുക്ക് എവിടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എവിടേക്കെങ്കിലും എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. ഒരു വീട് നമ്മൾ വെക്കുമ്പോ അതിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കില്ലേ, പ്ലാൻ ചെയ്തിട്ടല്ലേ വീട് വെക്കുക. അതുപോലെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ക്ലാരിറ്റി ഉണ്ടായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ ആദ്യം നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹലോ മുഹമ്മദ് എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ആദ്യം എന്താ വേണ്ടെന്നാ പറയണേ സക്സസ് ആവാൻ? മുഹമ്മദേ, ഗോൾ സെറ്റിംഗ്. ഗോൾ എങ്ങനത്തെ ഗോൾ ആയിരിക്കണം എന്നാ പറയണത്? എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാ? അത് വളരെ എളുപ്പമല്ല. ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിസ് പറഞ്ഞത്, അത് സ്മാർട്ട് ഗോൾ ആയിരിക്കണം. എങ്ങനെ സ്മാർട്ട് ആയിരിക്കണം ഗോള്, അതായത് സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പൊ മുഹമ്മദിന് എന്തെങ്കിലും ഗോൾ ഉണ്ടോ? ഇല്ല. അതാണ് നമ്മളൊക്കെ പ്രശ്നം. നമുക്കൊക്കെ ഗോളില്ലാതെയാണ് നമ്മളിപ്പോ കോളേജിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ എങ്ങനെ ഇപ്പൊ ഈ BBA ജോയിൻ ചെയ്ത് എങ്ങനെയായിരിക്കും മക്കളെ, ഏതായിരിക്കും നമ്മളുടെ എന്താ പറയാ, ഏത് കോഴ്സ് എടുത്താലാണ് കൂടുതൽ കാശ് കിട്ടുക, ഉള്ള ജോലി കാശ് സമ്പാദിക്കാൻ പറ്റിയ കോഴ്സ് ഏതായിരിക്കും, അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതായിരിക്കും, ഡിമാൻഡുള്ള കോഴ്സ് ഏതായിരിക്കും എന്നൊക്കെ നമ്മൾ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ചോദിച്ചിട്ടുണ്ടാവോ? ഉണ്ട് മിസ്സേ, ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം നമ്മൾ ചോദിക്കുക അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം എങ്ങനെയാണെന്നറിയോ? ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ VP യുടെ ഫുൾ ഫോം എന്താ പറഞ്ഞേ? VP ആരാന്ന് പറഞ്ഞേ? സുരേഷ് ബാബു. സുരേഷ് ബാബു. സുരേഷ്, ഓക്കെ. അപ്പൊ സുരേഷ് ബാബു അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ MD കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുക, സുരേഷ് ബാബു നിൽക്കുക. അപ്പൊ എന്നോട് സുരേഷ് ബാബു ചോദിക്കുക, ഞാൻ ഏത് ബസ്സിലാണ് കയറണേ മിസ്സേ, ഞാൻ എവിടേക്കാ പോകേണ്ടതെന്ന് എന്നോട് ചോദിക്കുക. നമ്മൾ കോളേജ് വിട്ടു. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എവിടേക്കാ പോകേണ്ടതെന്ന് എന്നോട് ചോദിക്കണ പോലെയാണ് ശരിക്കും പറഞ്ഞ ഗോളില്ലാതെ നമ്മൾ ജീവിതം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, നമ്മുടെ ഗോൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. ഓക്കെ, അപ്പൊ ആ ഗോൾ സെറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. നിങ്ങൾ ഈ സമയത്ത് വളരെ ലക്ഷ്യ മക്കളെ. കാരണം മിസ്സിന്റെ കാലഘട്ടത്തിൽ മുൻപൊന്നും ഇങ്ങനെ ഒരു ഗോൾ ഉണ്ടായിട്ടാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, നമ്മളിങ്ങനെ ആരൊക്കെയോ പറയുമ്പോ അതുപോലെ അങ്ങോട്ട് പോവും. ഓക്കെ, കൂടെ ഫ്രണ്ട്സ് എന്താ ജോയിൻ ചെയ്താ 10ാം ക്ലാസ് കഴിഞ്ഞു,
എന്നാ ഡിഗ്രിക്ക് ചേരാം, പ്ലസ് ടുവിന് ചേരാം, ഡിഗ്രിക്ക് ചേരാം, എന്നാ അങ്ങനെ പോവുക ചെയ്യാം. അല്ലാതെ എന്താണ് എന്റെ ഗോള്, എന്റെ ഗോൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ ക്ലാസ്സിലെങ്കിലും പറയുന്നു, നിങ്ങൾക്ക് ഒരു 18 വയസ്സല്ലേ ഇപ്പൊ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഗോള് ലൈഫിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവില്ല എന്ന്. അതല്ലേ ആദ്യം മിസ് പറഞ്ഞത്. അതായത് സക്സസ് ആയ എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ അവർക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അവർക്ക് വ്യക്തമായ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഗോളിന് ക്ലാരിറ്റി വേണം, ബെനിഫിറ്റ്സ് വേണം, എന്താ പറയുക, ആ ഗോൾ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് അറിയണം, അതിനൊരു ബ്ലൂ പ്രിന്റ് വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് വേണം, അതിടയ്ക്ക് മോണിറ്റർ ചെയ്യണം, അത് റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം, ഷോർട്ട് ടേം ഗോൾ വേണം, ലോങ് ടേം ഗോൾ വേണം എന്നൊക്കെ മിസ് പറയുമ്പോഴും ആദ്യം നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, ഒരു ഗോൾ എന്താന്ന് നമുക്ക് അറിയണം. അല്ല, നമ്മുടെ ലൈഫിൽ എന്താ ഗോൾ വേണ്ടത് നമുക്ക് അറിയുന്നില്ല. അതെല്ലാ കുട്ടികളും നമ്മളും എല്ലാവരും എന്റെ കരിയർ എന്താ, എനിക്ക് ഏത് കരിയറാണ്, എന്താ എന്റെ ഗോൾ എന്ന് പോലും നമുക്ക് അറിയണില്ലാന്ന്. അത് നമുക്ക് അറിയേണ്ടത് നമ്മൾ ആവശ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗോൾ അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ശരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഗോള് ഏത് ഗോൾ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിൽ ഗോൾ ആയാലും പ്രൊഫഷണൽ ലൈഫിൽ ഗോൾ ആണെങ്കിലും, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള് ശരിക്കും നമുക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് അനുയോജ്യമായ, എനിക്ക് അനുയോജ്യമായ ഗോളാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പൊ സുരേഷിന് അനുയോജ്യമായ ഗോൾ ഞാൻ സെറ്റ് ചെയ്താൽ എനിക്ക് സക്സസ് ആവാൻ പറ്റുമോ? ബിനിഷ പോയല്ലോ, പറ്റുമോ സുരേഷൻ? ഇല്ല മിസ്. അമ്മു ആരാ? അമ്മു നിന്റെ അവിടെ അമൃത അമ്മു. ഞാൻ ഇടയ്ക്ക് ആൾക്കാരെ പേര് വിളിക്കൂട്ടോ, അൺമ്യൂട്ട് ചെയ്ത. ഓക്കെ, അപ്പൊ അമൃതയെ ഞാൻ കണ്ടിട്ടില്ല, അമൃതയെ എനിക്ക് അറിയില്ല. അപ്പൊ ഞാനൊരു ഗോൾ അമൃതയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് ശരിയാവോ? അപ്പൊ ആർക്ക് എങ്ങനെയാണ് ഇപ്പൊ? അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഗോൾ എന്തായാലും എല്ലാവരുടെ ലൈഫിൽ വേണമെന്ന്, അല്ലേ? ഓക്കെ മിസ്, മനസ്സിലായി. ആ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ ഈ സമയത്ത് ചിന്തിക്കേണ്ട കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ ടൈം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇന്ന് 9:45 ക്ലാസ്, 10:45 ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റതും കുളിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇരുന്നതും. ഇല്ലേ, ഇന്ന് മോർണിംഗ് ഒരു സെക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഇപ്പൊ ഒറ്റ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു, അല്ലേ മക്കളെ? ഇന്ന് ഇനി ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തു, അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗോൾ ആദ്യം എല്ലാവരും സെറ്റ് ചെയ്യണം. നിങ്ങൾ പേനും പേപ്പറിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഗോളൊക്കെ സെറ്റ് ചെയ്ത് തരാം. പക്ഷെ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടും ഇനിയിപ്പോ റേഞ്ചൊന്നും കട്ടാവുന്ന ഞാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങളെ സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായ എനിക്ക് ഏത് ജോലിയാണ് സ്യൂട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ചൂസ് ദ കരിയർ വിച്ച് സ്യൂട്ട്സ് യു. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന കരിയറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? ഓക്കെ, എന്റെ ആപ്റ്റിറ്റ്യൂഡിനും എന്റെ ആറ്റിറ്റ്യൂഡിനും എന്റെ ലേണിംഗ് സ്റ്റൈലിനും എന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനും അനുസരിച്ചായിരിക്കണം ഞാൻ എന്റെ ഒരു കരിയർ സെലക്ട് ചെയ്യേണ്ടത്. ആണോ ഷെൽന? കേൾക്കുന്നുണ്ടോ ഷെൽന? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഷെൽന വിചാരിക്കൂ ഭയങ്കര ഇൻട്രോവേർട്ടായ വ്യക്തിയാണ്. അപ്പൊ ഷെൽന വളരെ ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ഷെൽനയ്ക്കോട് ഞാൻ പറയാണ്, ഒരു മാർക്കറ്റിൽ പോയിട്ട് ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല. ഇൻട്രോവേർട്ടായ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഒതുങ്ങി കൂടിയിട്ട് അധികം മിണ്ടാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും, അല്ല? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് അധികം ആരോടും മിണ്ടാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അയാൾക്ക് സൈലൻസ് ആണ് ഇഷ്ടം, കാമായിട്ടിരിക്കാനാണ് ഇഷ്ടം. സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മാർക്കറ്റിംഗ് ഫീൽഡിൽ പോയി എന്തായിരിക്കും അവസ്ഥ? സക്സസ് ആവാൻ ചാൻസ് ഉണ്ടോ ഷെൽന? ഇല്ല മിസ്. ഇല്ല. അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കും? മാർക്കറ്റ് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് സക്സസ് ആവുള്ളൂ മാർക്കറ്റിങ്ങില്. അങ്ങനല്ലേ? അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോഴല്ലേ ആ ഡീൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, നമ്മുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഹലോ, കേൾക്കണില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹിബ? ആ മിസ്സെ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെ ആയിരിക്കണം നമ്മള് എന്ത് സെലക്ട് ചെയ്യേണ്ടത്? നമ്മുടെ കരിയർ സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ ഇന്നർ ഡിസയർ, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? ഓക്കെ, എന്റെ ഉള്ളിൽ എന്താണ് ആഗ്രഹം? എന്റെ ഇവാലുവേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേഷൻ നടത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ എന്തിലാണ് ഗുഡ്, ഞാൻ എങ്ങനെയാണ്, എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് അപർണ നിങ്ങൾക്ക് ഒരു ക്ലാസ് സെക്ഷനിൽ നിങ്ങൾ സോട്ട് അനാലിസിസ് നടത്തിയില്ലേ? കഴിഞ്ഞ ക്ലാസ് സെക്ഷനിലെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് നമുക്ക് നോക്കിപ്പിച്ച് ടെസ്റ്റ് ചെയ്യിച്ചില്ലേ? അതെ മിസ്സേ. അപ്പൊ ജഹാരി അത് ശരിക്കും പറഞ്ഞാൽ മിസ് ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഇട്ട് തരാം ഇതിന് ശേഷം. അത് നിങ്ങൾ ഇപ്പൊ ചെയ്യണമെന്നില്ല. ഇത് സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സൈഡ് ഒരു 56 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സ്ലൈഡ് ഞങ്ങൾക്ക് തരും. ആ സ്ലൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇപ്പം ചെയ്യിപ്പിക്കാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ വീട്ടിൽ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങളത് നിങ്ങൾ കഴിവ് മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതാ ഏറ്റവും ഫസ്റ്റ് ഇയർ കുട്ടി ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്തോ, ഇപ്പോഴാണ് നിങ്ങൾ റൈറ്റ് ടൈം ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ ലൈഫ് സക്സസ് ആവും. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഈ ഇൻഡക്ഷൻ കഴിയുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കണം. അതിന് മിസ് ഒരു സ്ലൈഡ് തരും. അതിൽ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റി നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ എഴുതിയ ക്വാളിറ്റീസ് നിങ്ങൾ കയ്യിൽ വെക്കുക. ഇതേ ഈ പറയുന്ന ക്വാളിറ്റീസ് അടങ്ങിയ എന്താ പറയാ ആ സ്ലൈഡ് നിങ്ങളെ പാരന്റ്സിനോ, നിങ്ങൾ നന്നായി അറിയുന്ന ഒരു വ്യക്തി, നിങ്ങളെ പാരന്റ്സോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങൾ ബിറ്റ്വീൻ ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളെ വീട്ടിലെ ആരെങ്കിലും, നിങ്ങൾ അച്ഛനോ അമ്മ ചേച്ചിയോ സുഹൃത്തുക്കളോ ആരുടെയും പറയാ, ഇതിലെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നുന്ന ക്വാളിറ്റി എന്താണ് എഴുതി തരാൻ പറയാ. എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ എന്താ പറയാ കഴിവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയണത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. അത് ചെയ്യാം. ചെയ്യല്ലേ സയാന? സായന എന്ന് പറയാം അല്ലെ? സായന പറയാ? സയന. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. മിസ് അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കാരണം ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സെൽഫ് വർത്ത് വേണം. എന്നൊന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവില്ല, അല്ല, അങ്ങനല്ല. ദൈവം ഒരു പൂച്ചേനെയും പട്ടീനെയും മനുഷ്യനെയും പാമ്പിനെയും എല്ലാറ്റിനും ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാണല്ലോ. നിങ്ങൾ മതവിശ്വാസിയാണോ ഇല്ലേ, എങ്കിലും ഒരു ജീവൻ ഉണ്ടല്ലോ, ഒരു ശക്തി, ഒരു ആണെങ്കിലും ഇല്ലെങ്കിലും ഓരോരുത്തരും ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ലൈഫിൽ പർപ്പസ് ഇല്ലാത്ത ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അതിന് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. പക്ഷെ ആ പർപ്പസ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാലേ ഒരു ഗാർണർ എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം പ്രകാരം 9 സ്കിൽസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. ഇതില് നമുക്ക് എല്ലാവർക്കും ഈ 9 ഇന്റലിജൻസും പല വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ചില ഇന്റലിജൻസ് ഗുഡ് ആയിരിക്കും, ചിലർക്ക് ലോജിക്കൽ കൂടുതലായിരിക്കും, ചിലർക്ക് വെർബൽ കൂടുതലായിരിക്കും, ചിലർക്ക് അനലറ്റിക്കൽ ആയിരിക്കും, ചിലർക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള സ്കില്ലായിരിക്കും. അങ്ങനെ ആ സ്കില്ലുകൾ 9 സ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടി നിൽക്കും. ആ ഏരിയയിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അങ്ങനത്തെ ഏരിയയിൽ ചെയ്തുള്ള ഗുണം, അങ്ങനത്തെ ഏരിയയിൽ ചെയ്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ജോലി ചെയ്യണ പോലെ നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, ഞാനൊരു കഥ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ക്ലറിക്കൽ ജോലി കിട്ടി. ഒരു മാൻ, ഇപ്പൊ ആർക്കാ ഗവൺമെന്റ് ജോലി കിട്ടുക? അൻസില
അൻസിലേക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ ആഗ്രഹമുണ്ടോ? അൻസിലൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കോഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. അൻസില എന്റെ ആഗ്രഹം ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചോട്ടെ, രജീന എന്താ ആഗ്രഹം? രജീന PM, രജീനക്ക് എന്താ ആഗ്രഹം? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അവനാണ്. ഗോളൊക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് അല്ലെ? നമ്മുടെ എന്താണ് സുരേഷിനെ, ഹലോ സുരേഷ്. പറയും മിസ്സേ. ഇപ്പൊ ഞാൻ സുരേഷിന് ഇപ്പൊ ഒരു ജോലി കിട്ടി. സുരേഷിന്റെ ടെസ്റ്റ് ഞാൻ ചോദിക്കുന്നില്ല കേട്ടാ. സുരേഷ് ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. അവിടെ രാവിലെ പോയി വൈകുന്നേരം വരെ വർക്ക് ചെയ്തു. ഓക്കെ, 8 മണിക്കൂർ വർക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ക്ഷീണായി. പക്ഷെ വീടിന്റെ അടുത്ത് ഇപ്പൊ പൂരങ്ങളുടെ സീസണൊക്കെ അല്ലേ വരുന്നത്. പൂരം ഇപ്പൊ കൊറോണയാണ്, അതിലേ പറയാം. നോർമലി അങ്ങനെയല്ല, പൂരങ്ങളൊക്കെ തുടങ്ങും നവംബർ മാസം, വൃശ്ചിക മാസം പൂരങ്ങളൊക്കെ തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ നാട്ടിലെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച്, ഗാനമേളൊക്കെ സംഘടിപ്പിച്ച് അതിന്റെ ഓർഗനൈസറായി ആ സംഘാടക കമ്മിറ്റിയിലൊക്കെ പങ്കെടുത്ത് രാത്രി 4-5 ദിവസം ഉറക്കമോ ഒന്നുമില്ലാതെ വർക്ക് ചെയ്യുമ്പോ ഒരു മടുപ്പും തോന്നുന്നില്ല. എന്നാ ജോലിക്ക് പോകുമ്പോ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ മടുപ്പ് തോന്നുന്നു. എന്തായിരിക്കും കാരണം? അങ്ങനെ സിറ്റുവേഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സിറ്റുവേഷൻ കാരണം? അങ്ങനെ ഞാൻ പറഞ്ഞ സാഹചര്യം മിസ്, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. അത് കറക്റ്റാ. എന്താ മനസ്സിലാക്കി വെച്ചാല് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടത്തിലുള്ളതല്ലാന്ന്, അയാൾ ടേസ്റ്റിന്റെ, അയാളുടെ എന്താ പറയാ, അയാളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ജോലിയല്ല അയാൾ സെലക്ട് ചെയ്തേ. അയാൾ ഒരു പക്ഷേ ഇവന്റ് മാനേജ്മെന്റ് നടത്തേ അങ്ങനെ ഉണ്ടാവില്ല. ഇവന്റ് മാനേജ്മെന്റ് ആയി നടത്തുന്ന ഒരു വ്യക്തിയാണ്, അതിന്റെ ഒരു കമ്പനി നടത്തണോ ഇവന്റ് മാനേജ്മെന്റ് നടത്തുകയാണെങ്കിൽ അവൻ ഇതിനെക്കാട്ടും കൂടുതൽ സക്സസ് ആവുന്നു. ഹലോ, പറയും മിസ്സേ. അല്ല, അതല്ലേ സത്യം. അത് അദ്ദേഹത്തിന് ജോലി കുറവൊന്നുമില്ല, പക്ഷെ അയാൾ ചെയ്യുന്ന ജോലിനെക്കാട്ടിയും അയാൾക്ക് താല്പര്യം വേറൊരു ഫീൽഡാണ്. അപ്പൊ ആ ഫീൽഡ് ഏതാണെന്ന് അദ്ദേഹം ആദ്യമേ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കുള്ള കരിയർ ഭയങ്കര സക്സസ് ആവുന്നു. അപ്പൊ ഞാൻ ഇത്രയും കുറെ സമയം സ്പെൻഡ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നിങ്ങളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടുള്ള ഗോൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാല് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ പറ്റും. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാല് നമ്മൾ കുറെ സർട്ടൺ ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കരിയറിന് സ്യൂട്ട് ചെയ്യണ 4-5 പ്രൊഫഷൻ പറഞ്ഞു തരും. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ചാൻസ് ആണ് കൂടുതൽ സക്സസ് ആവാനുള്ളത്. അപ്പൊ അതൊക്കെ അതിനു മുമ്പ് ഏറ്റവും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ കുറിച്ച് ഇവാലുവേഷൻ നടത്തുക, ഇൻട്രോസ്പെക്ഷൻ. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്കില്ലുകൾ ഏതൊക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, പിന്നെ കുറച്ച് ടെസ്റ്റുകൾ നടത്തുക. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 1 വീക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ. 25 ലിസ്റ്റ്, നിങ്ങളെ ആഗ്രഹങ്ങൾ ഒരു 25 എണ്ണം, മിനിമം ഒരു 25 എണ്ണം ദിവസം എഴുതുക. ഒരാഴ്ച എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ 10 എന്ന് പറയാം, 10 ദിവസം എഴുതുമ്പോൾ 250 എണ്ണമായി. ഒരു 5-6 ദിവസം ഇതേ സെയിം സ്ട്രാറ്റജി നടക്കുക. അപ്പൊ നിങ്ങൾക്ക് 25 എണ്ണം ഓരോ ദിവസങ്ങളും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു ആഗ്രഹം. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും അറിയാതെ നിങ്ങൾ എഴുതി പോവും. ഓക്കെ, ഹലോ ശിവകുമാർ ഇല്ലേ? ഒരു കാര്യം ചെയ്തോ, ശിവ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഗോള് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരേ ആഗ്രഹങ്ങൾ തന്നെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സെയിം ആയിരിക്കും. അപ്പൊ ഇപ്പോഴും മനസ്സിലാക്കുക, ഡ്രീം ഒരിക്കലും യുവർ ഗോൾ, ഡ്രീം ഈസ് നോട്ട് യുവർ ഗോൾ. ഓക്കെ, ഡ്രീം is not your goal. A goal without a plan is just a vision.
എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ. ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ഗോൾ ഉണ്ടായ ഒരു വിഷായി മാറും. ഡ്രീം ഒരിക്കലും ഗോളല്ല. ഗോളാവാൻ നല്ല പ്ലാൻ വേണം. പ്ലാൻ, ആ ഗോൾ എങ്ങനെയായിരിക്കണം? സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈമിലി ആയിരിക്കണം. സമയത്തിന് റിയാലിറ്റിയോട് കൂടി നിങ്ങൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവാം, ലോങ് ടേം ഗോൾ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഗോൾ എന്താ? അപ്പൊ നിങ്ങളെ എല്ലാ കുട്ടികളെയും ആദ്യത്തെ ഗോൾ എന്താ? ഈ BBA ഒക്കെ അപ്പൊ നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ്സാവാന്നുള്ളത് തന്നെയാണ്, അല്ലെ? പക്ഷെ ഈ BBA നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ കരിയറിലെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റോ, നമ്മൾ പഠിക്കണ നമ്മുടെ ഡിഗ്രിയോ, നമ്മളുടെ ഇതൊന്നുമല്ല കൂടുതലായിട്ടും നമ്മൾ എംപ്ലോയബിൾ ആവാൻ വേണ്ടി വേണ്ട സ്കില്ലുകള്. ഓക്കെ, അതിന് എംപ്ലോയബിലിറ്റി സ്കില്ല് എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് അത്യാവശ്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും? ഒരു സാൻഡ്വിച്ച് ആണ്. ഓക്കെ, സാൻഡ്വിച്ചിൽ എന്താ പ്രത്യേകത? അപ്പുറം ഇപ്പുറം ബണ്ണായിരിക്കും അല്ലെ? അതിന്റെ ഉള്ളിലല്ലേ കണ്ടന്റ് ഉണ്ടാവുക? അല്ല, സാൻഡ്വിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടാ? അല്ല, കഴിച്ചിട്ടില്ലേ സാൻഡ്വിച്ച്? വിശക്കുണ്ടപ്പോ? അല്ലക്ക് വിശക്കുണ്ടോ? അല്ലല്ല, എന്ത് വെച്ചാ അല്ല, സാൻഡ്വിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ വെച്ചുണ്ട്. സാൻഡ്വിച്ചിന്റെ പ്രത്യേകത എന്താ? അത് മിസ് പറഞ്ഞ പോലെ തന്നെ അപ്പുറം ഇപ്പുറം ബണ്ണ്, നടുക്കിലെ മാത്രം അതിന്റെ കണ്ടന്റ് ആയിട്ട്. കണ്ടന്റ് ശരിക്കും പറഞ്ഞ ആ കണ്ടന്റ് നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് വെറും ആ 2 ബണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡിഗ്രി എന്ന് പറയുമ്പോ. ഓക്കെ, 2 ബണ്ണും ഡിഗ്രിയിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ അച്ചീവ് ചെയ്യണം നന്നായി ഈ ഡിഗ്രിക്ക് ഉള്ളിൽ വെച്ചിട്ട്. ഓക്കെ, സബ്ജക്റ്റുകൾ മാത്രമാണ് 2 ബണ്ണായി വരുള്ളൂ. അതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കരിയർ സക്സസ് ആവുള്ളൂ. അപ്പൊ കരിയർ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ കഴിവിനനുസരിച്ച് കരിയർ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ സക്സസ് ആവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കരിയർ സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കരിയർ സെലക്ട് ചെയ്യുക, നല്ല കരിയർ ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കരിയറിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഒരു കണ്ടന്റ് കാര്യം പറഞ്ഞില്ല, അതാണ് എന്ത് പറയണത്? സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ് സ്കിൽ കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ് സ്കിൽ. ഹലോ ഷെൽന, സോഫ്റ്റ് സ്കിൽ കേട്ടിട്ടുണ്ടോ ഷെൽന? ഹലോ ഹലോ, ആരും കേട്ടിട്ടില്ല? ഹലോ, അനില, ഈ സോഫ്റ്റ് സ്കിൽ കേട്ടിട്ടില്ല അല്ലെ? അതായത് 2 ടൈപ്പ് സ്കില്ല് നമുക്ക് ഒരു കരിയർ സക്സസ് ആവാനും ഒക്കെ ആവശ്യമാണ്. കരിയർ അല്ല, ലൈഫ് സക്സസ് ആവാനും നമുക്ക് ഈ സ്കില്ലുകളൊക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഹാർഡ് സ്കില്ലുണ്ട്, ഒന്ന് സോഫ്റ്റ് സ്കില്ലുണ്ട്. ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ നിന്ന് നമുക്ക് ഒരു ഇന്റർവ്യൂ പാസ്സാവാൻ നമുക്ക് ഹാർഡ് സ്കില്ല് മതി. ഓക്കെ, പക്ഷെ നമ്മൾ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനും ജോലിയിൽ നല്ല ജോലി തുടർന്ന് പോവണമെങ്കിലും കിട്ടാൻ നമുക്ക് എന്ത് വേണം? സോഫ്റ്റ് സ്കിൽ അത്യാവശ്യമാണ്. ഓക്കെ, സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ സ്കില്ലാണ് ടീമിൽ മെമ്പർ ആവുക, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവുക, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക, ലീഡർഷിപ്പ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ഏത് സമയത്ത് ഈ കോളേജ് ഡേയ്സുകളുടെ ഉള്ളിൽ നിങ്ങൾ പഠിക്കണം. സബ്ജക്ട് പഠിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ പഠിച്ചാലും മതിയാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ സ്കില്ലുകളെല്ലാം നിങ്ങൾ ഡ്യൂറിങ് യുവർ ഡിഗ്രി പീരീഡിൽ നിങ്ങളൊക്കെ എക്വയർ ചെയ്യണം. ഓക്കെ, നേടിയെടുക്കണം നിങ്ങൾ. അപ്പൊ ഈ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും കരിയർ സക്സസ് ആവാൻ ആവശ്യമാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മിസ് പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സക്സസ് ആയ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. അസ്യൂം ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്.
അല്ലെ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ഒരു മീഡിയോക്കർ ആയ ആളും സക്സസ് ആയ ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സക്സസ് ആയ എല്ലാ ആൾക്കാരും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യത്തിന്റെയും എല്ലാ ആക്ഷൻസിന്റെയും എല്ലാറ്റിന്റെയും റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഈ മീഡിയോക്കർ ആയിട്ട് സക്സസ് ആവാത്ത ആൾക്കാരെല്ലാം എന്ത് ചെയ്തിരുന്നു? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നെ നല്ല സ്കൂളിൽ ചേർത്തില്ല, എനിക്ക് നല്ല കോഴ്സിന് സെലക്ട് ചെയ്തില്ല, എന്നെ അവിടേക്ക് ചേർത്തില്ല, പരീക്ഷ തന്ന് എനിക്ക് തലവേദനയായിരുന്നു, പരീക്ഷ തന്ന് ബന്ധുക്കൾ വന്നു, പരീക്ഷ തന്ന് അന്നത്തെ ഫംഗ്ഷൻ വെച്ചു, അനിയത്തി എന്നെ ബുക്ക് കീറി, അനിയത്തിക്ക് പനി ഉണ്ടായി. അങ്ങനെ നമ്മൾ ഫെയിലിയർ ആയതിന് മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടം പ്രകാരം ബ്ലെയിം ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പാ, അല്ലേ? ഹിബ ബ്ലെയിം ചെയ്യാറുണ്ടോ? ഹിബ ആരെയും ബ്ലെയിം ചെയ്യാറുണ്ടോ? ഹിബ യെസ് മിസ്. ഹിബ ബ്ലെയിം ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇല്ല. നല്ല കുട്ടിയാണല്ലോ, എക്സലന്റ്. ഓക്കെ, അപ്പോ ഹിബ ഫുൾ റെസ്പോൺസ്, ഹിബയുടെ ലൈഫ് സംഭവിച്ച എല്ലാറ്റിനും ഉത്തരവാദിത്വം ഹിബ ഏറ്റെടുക്കുന്ന വ്യക്തിയാണെന്ന് അർത്ഥം. ഓക്കെ, നല്ല കുട്ടി. ഓക്കെ, അങ്ങനെ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകണം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സക്സസ് ആവാൻ പറ്റണമെങ്കിൽ നമുക്ക് ഇഷ്ടം പറയാൻ കുറ്റം പറയാം. എനിക്ക് നെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു, ഇനി ഞാൻ ഈ ക്ലാസ് കേൾക്കാതിരുന്നത്, എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ കോവിഡ് പേഷ്യൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് ബ്ലെയിം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവില്ല. ഇപ്പൊ മിസ്സിന് എന്നെ ഈ സെക്ഷൻ എടുക്കാതിരിക്കാം, എനിക്ക് വളരെ കുഞ്ഞു കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പല റീസൺസ്, നമ്മൾ ചെയ്യാത്തതിന് നമുക്ക് പല കാരണങ്ങൾ, ഒഴിവുകൾ പറയാം. സിമ്പിൾ ഇത്രയാണ്, ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് ജീവിതം മുന്നോട്ട് പോയ വ്യക്തി ഒരിക്കലും സക്സസ് ആവില്ല. അതായത് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കരുത്, അതായത് നമുക്ക് ചെയ്യാതിരിക്കാൻ പല റീസൺസ് ഉണ്ടാവാം, പക്ഷെ ചെയ്യാൻ ഒറ്റ റീസണേ ഉള്ളൂ, നിങ്ങൾ സക്സസ് ആവും. സക്സസ് ആവുന്ന വ്യക്തിക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് റീസൺ പറയാം, അപ്പൊ നിങ്ങൾ സക്സസ് ആവില്ല. സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിച്ചാൽ നിങ്ങൾ എല്ലാ ആക്ടിവിറ്റിയും റെസ്പോൺസിബിൾ ഏറ്റെടുക്കണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലെയിമിങ് നാച്ചുറൽ ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം, ബ്ലെയിം ചെയ്യാൻ പാടില്ല. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ആരെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യണോണ്ട് മാത്രമല്ല നമുക്ക് ചെയ്യാൻ, നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എപ്പോഴും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേണ്ട ഒരു കാര്യം ഞാൻ കൂടെ പറയുന്നതാണ്, ഓൾവേസ് റൈസ് യുവർ സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും ഉയർത്തണം. ഓക്കെ, എങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഉയർത്തുക? എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഉയർത്താൻ പറ്റും? ഒന്ന് പറഞ്ഞേ, ആദിത്യ പറഞ്ഞേ, എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉയർത്തേണ്ടത്? ഓൾവേസ് റൈസ് യുവർ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉയർത്തും? ഹലോ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ ആദ്യത്തെ കണ്ടെത്തിയ മാർഗങ്ങള്, സ്റ്റാൻഡേർഡ് എങ്ങനെ ഉയർത്തുക? നന്നായി ബിഹേവ് ചെയ്യാന്നത് ഒരു മാർഗമാണ്. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ഉയർത്താന്ന് വെച്ച് കഴിഞ്ഞാല്, സക്സസ് ആയ എല്ലാ വ്യക്തികളും അവരെ ഈ വർഷം കാണുമ്പോൾ അടുത്ത വർഷം കണ്ടു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ 20 to 25% എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവുന്നു. ഓക്കെ, ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യലാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സ്കില്ലുകളും നമ്മുടെ കഴിവുകളും ഇംപ്രൂവ് ചെയ്യലാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും വലിയ മാർഗം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ സ്കില്ലുകള് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾക്ക് ഒരു കരിയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ കരിയറിലേക്ക് എന്തൊക്കെ സ്കില്ലാണോ ആവശ്യം ആ സ്കില്ലുകളെല്ലാം നമ്മൾ ലേൺ ചെയ്യണം. അപ്പൊ ഓരോ വർഷവും നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കും. ഇപ്പൊ ന്യൂ ഇയർ ആവാൻ പോവാണ്, അതാവാം ഇതാവാം ഇത് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല കാര്യം നന്നായിട്ട് റീഡ് ചെയ്യാന്നുള്ളതാണ്. സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ റീഡിങ് സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീഡിങ് അത് ശരിക്കും പറയുന്നത് സക്സസ് ആയ എല്ലാ ആൾക്കാരും ദിവസം ഒരു 15 പേജെങ്കിലും
ഒരു ദിവസം വായിക്കുന്ന പറഞ്ഞ ഏതെങ്കിലും പുസ്തകം, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ, ഏത് പുസ്തകം തന്നെ ആയിക്കോട്ടെ, നിങ്ങളത് റീഡ് ചെയ്യണം. ഒരു പുസ്തകം റീഡിങ്, നിങ്ങളെ ബുക്ക് റീഡിങ് നിങ്ങളെ സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരുപാട്, അതായത് ഒരു ദിവസം 15 പേജ് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ ഒരു 10 ദിവസം 150 പേജ് റീഡ് ചെയ്യും. ഒരു 150 പേജ് ഒരു ആവറേജ് ഒരു പുസ്തകമാണ് ഒരു 150 പേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാസത്തിൽ 2 പുസ്തകം എന്താ പറയാ നിങ്ങൾ വായിക്കാം. അപ്പൊ ഒരു വർഷത്തിൽ എത്ര പുസ്തകം വായിക്കും? 24 ബുക്സ് വായിക്കും. അപ്പൊ ഒരു 24 പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു നോളജ് ഒക്കെ നോക്കി നോക്കൂ. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓൾവേസ് റൈസ് യുവർ സ്റ്റാൻഡ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾ സ്റ്റാൻഡേർഡ് എപ്പോഴും ഉയർത്തണം. നിങ്ങൾ ഗ്രോ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ഉദ്ദേശിക്കും. നിങ്ങൾ വളരണം, വലുതാവണം. വെച്ചാൽ നിങ്ങൾ സ്കില്ല് നിങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മേഖലയെ കുറിച്ച് അറിയാത്ത സ്കില്ല്, നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തായാലും സ്റ്റെപ്പ് എടുക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കരിയർ ഗോൾ സെറ്റ് ചെയ്യണം. കരിയർ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഗോൾ ആയിരിക്കണം. ഗോൾ ഷുഡ് ബി സ്മാർട്ട് ആയിരിക്കണം. നിങ്ങൾക്ക് അനുയോജ്യമായ കരിയറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അതായത് ബ്ലെയിം ചെയ്യാതെ എല്ലാ ഉത്തരവാദിത്വം, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും നല്ലതുണ്ടായാലും ചീത്തായാലും ഉത്തരവാദി നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. ആരെയും കുറ്റം പറഞ്ഞ് ജീവിതം പഴിചാരിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റില്ല. പിന്നെ സക്സസ് ആവണമെങ്കിൽ ഓൾവേസ് റൈസ് യുവർ സ്റ്റാൻഡ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ സ്റ്റാൻഡേർഡ് ഉയർത്തണം. അതിനു വേണ്ടി നിങ്ങൾ റീഡ് ചെയ്യണം, നന്നായി റീഡ് ചെയ്യണം. പുതിയ പുതിയ സ്കില്ലുകൾ നിങ്ങൾ ലേൺ ചെയ്യണം. ഇതൊക്കെയാണ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നെറ്റ്വർക്കാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. നെറ്റ്വർക്കാണ് നെറ്റ്വർത്ത് എന്ന് പറയണത്. നമ്മൾ ബന്ധങ്ങളിലൂടെയാണ് വളരാന്ന് പറയാം. നല്ല നല്ല ബന്ധങ്ങളാണ് നമ്മളെ വളരാൻ സഹായിക്കുക. അപ്പൊ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ആറ്റിറ്റ്യൂഡ് വേണം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ലൈഫിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. നമ്മളൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു നോക്കൂ, ഒരാളും നമ്മളോട് മിണ്ടാനൊന്നും വരില്ല. കാരണം അവനോട് വർത്താനം പറയാമെങ്കിൽ അവളോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? ആകെ നെഗറ്റീവ് എനർജി വരുന്നത് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അതേസമയം ഇഫ് യു ആർ എ വെരി പോസിറ്റീവ് പേഴ്സൺ, അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പോസിറ്റീവായ വ്യക്തിയുടെ കുറച്ച് ഗുണങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പോസിറ്റീവായ വ്യക്തി എപ്പോഴും എന്തിൽ കണ്ടെത്തും? എല്ലാറ്റിലും പോസിറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അഫ്ര ഹലോ, ഉറങ്ങിയ പോസിറ്റീവായ വ്യക്തിയുടെ പോസിറ്റീവായ ആളെ ആറ്റിറ്റ്യൂഡ് എന്താ അഫ്ര? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ? അതായത് ഏതൊരു കാര്യത്തിൽ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്? അവരിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കണം. വെരി ഗുഡ്. അപ്പൊ ഞാനൊരു 7 വേ ടു ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞുതരാം. 7 വേയിൽ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഞാൻ ഇതിനെ നിങ്ങൾക്ക് മൊത്തമായിട്ടുള്ള ഒരു കാര്യം പറയണത്. ഇപ്പൊ നമ്മളെല്ലാരും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാരും അസസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അസസ് ചെയ്യും. അപ്പൊ എങ്ങനെ അസസ് ചെയ്യേണ്ട? പോസിറ്റീവ് ക്വാളിറ്റി വെച്ച് അസസ് ചെയ്യാൻ ശ്രമിക്കുക. അയാൾ നെഗറ്റീവ് ക്വാളിറ്റി എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. എന്ത് പോസിറ്റീവ് ക്വാളിറ്റി അയാൾക്കുണ്ട്? പോസിറ്റീവ് ഫൈൻഡ് ഔട്ട്, എന്താ പറയാ, പോസിറ്റീവ് ക്വാളിറ്റി. ബി എ പോസിറ്റീവ് ഫൈൻഡർ. നമ്മൾ എപ്പോഴും പോസിറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ നമ്മളോട് സെൽഫ് ടോക്ക് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. എല്ലാം നടക്കും, എല്ലാം സാധിക്കും, ഐ ക്യാൻ, ഐ ഡു എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ലതാണ്, എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് നല്ല സെൽഫ് വർത്ത് ഉണ്ട്, എനിക്ക് അത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് തന്നെ എന്തായിരിക്കും? പോസിറ്റീവ് ടോക്ക് ആയിരിക്കണം. പിന്നെ ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്ക് അറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വാക്ക് അറിയോ? അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? അല്ല, കേട്ടിട്ടുണ്ട് മിസ്. എന്താണ് അല്ലയുടെ ലൈഫിൽ അല്ലയ്ക്ക് തോന്നിയ ഗ്രാറ്റിറ്റ്യൂഡ് എന്താ? അല്ലയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫില് എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് തോന്നാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ ഒരു കാര്യം പറയൂ. ദൈവത്തിനോട് നന്ദി പറഞ്ഞ ഒരു കാര്യം
ഇന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യം ഏതാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിനോട് രാവിലെ എണീക്കുമ്പോ ദൈവമേ എനിക്ക് നന്ദി എന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അമ്മോട് പറഞ്ഞിട്ടോ അമ്മയെ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കാണിച്ചിട്ടുണ്ടോ ജീവിതത്തില്? പറയാറുണ്ട്, എന്നും പറയാറുണ്ട്. എന്നും അമ്മോട് പറയൂ അമ്മേ നന്ദി എന്ന് അങ്ങനെ പറയാറൊക്കെ? അമ്മയോടല്ല, ദൈവത്തിനോട് പറയാറുണ്ട്. ദൈവത്തിനോട് പറയാറുണ്ട്. എന്തിനൊക്കെ നന്ദി പറയാറ് കൂടുതലായിട്ട്? നമുക്ക് തന്നിട്ടുള്ള സന്തോഷങ്ങളും നമ്മുടെ ഒക്കെ തന്നിട്ടുള്ള, പിന്നെ അതുപോലെ നമുക്ക് ജീവിതത്തില് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ നന്ദി പറയാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാലേ നമുക്ക് തന്ന പോസിറ്റീവ് കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയാറ്, നെഗറ്റീവ് കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് ഇല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആയ ഒരു കാര്യം സംഭവിച്ചാലും അതൊരു നന്ദി തന്നെയാണ്. കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ കുറച്ചും കൂടിയൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ടാവുകയെന്ന്. ഓക്കെ, അപ്പൊ ദൈവത്തിനോട് നമുക്ക് എപ്പോഴും എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കണം. ഓക്കെ, എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളായിരിക്കും. BBA പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇന്ന് മുതൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി എഴുതണം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എങ്ങനെ എഴുതുക? അതായത് നമ്മൾ എഴുതി തുടങ്ങണം ലൈഫിൽ. അത് നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറാ. ഇങ്ങനെ എല്ലാറ്റിനോടും നന്ദി. നമ്മൾ ഇന്നൊരു ദിവസം ഞാൻ ഇന്ന് മേക്ക് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. മേക്ക് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഒരു ജേർണൽ ഉണ്ടാക്കുക. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന ആൾ എനിക്ക് നല്ല കാര്യം ചെയ്തു, അവരോട് ഞാൻ നേരിട്ട് പറയാം, ഫോണിലൂടെ വിളിച്ചിട്ടോ എങ്ങനെ എനിക്ക് ആ കാര്യം ചെയ്തപ്പോൾ വളരെ നന്ദി തോന്നിട്ടോ. അങ്ങനെ നമ്മൾ ആലോചിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾക്ക് നന്മകൾ ചെയ്ത വ്യക്തികളോട് നിങ്ങൾക്ക് പറയാതെ അത് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പം നമുക്ക് അറിയാം, മനസ്സിലുണ്ടാവും, ചിലപ്പോൾ പറയില്ല. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. കാരണം ഒരു പെർഫ്യൂം അതിന്റെ മണം എന്ന് പറയുന്ന കുപ്പിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ? സ്മെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഫൈൻഡർ ആയിരിക്കണം. നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആയിരിക്കണം. നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടായിരിക്കണം? നമ്മൾ പോസിറ്റീവായ ആൾക്കാരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ സെലക്ട് ചെയ്യണം. ഇപ്പൊ സിനിമ ഒക്കെ സ്റ്റണ്ടും സീരിയലും അങ്ങനെയൊക്കെ നെഗറ്റീവ് ഉള്ള സാധനങ്ങൾ കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യാതെ ചൂസ് എ പോസിറ്റീവ് മീഡിയ. നമ്മൾ കാണാനും നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ എപ്പോഴും പോസിറ്റീവായ ആൾക്കാരെ ഞാൻ പറയാം ഇംപ്രൂവ്മെന്റും റീഡിങ്ങും എപ്പോഴും ചെയ്യാറുണ്ട്. ഇതിൽ പറയണത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ സമ്മപ്പ് ചെയ്യുമ്പോ എനിക്കൊന്ന് സമ്മപ്പ് തന്നെ റഫീഖ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ. റഫീഖ്, ഷംന പോയല്ലോ. റഫീഖ് ഇല്ല മിസ്, എന്ന് പറഞ്ഞ റഫീഖ്. അപ്പൊ മോളെ പേരെന്താ? ഷംന. റഫീഖ് അച്ചൂസ് എന്ന് പറഞ്ഞ ആരാപ്പോ? റഫീഖ് അച്ചൂസ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി മിണ്ടുന്നില്ലല്ലോ. ആ പോയല്ലോ റഫീഖ് അച്ചൂസ്. അപ്പം ഓടിപ്പോയി. ആഹാ, ഓക്കെ, കുഴപ്പമില്ല. ഷെഹിൻ ഇല്ല. അശ്വതി. ഹലോ മിസ്. റഫീഖ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഒന്ന് ഞാൻ മിസ് പറഞ്ഞ കാര്യങ്ങൾ എന്തിനെ കുറിച്ച് മിസ് പറഞ്ഞൊന്ന് പറഞ്ഞേ. എനിക്കൊന്ന് പറഞ്ഞുതരാവോ? നിങ്ങൾ എന്താ മിസ് നിങ്ങൾക്ക് പറഞ്ഞേന്ന്? മിസ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. പോസിറ്റീവ് ആയിരിക്കണം, എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അതൊക്കെ പറഞ്ഞു. പിന്നെ ഞാന് ബുക്ക് റീഡിങ് പറഞ്ഞു. ഒരു ദിവസം നിങ്ങൾ ഒരു ബുക്കിന്റെ 15 പേജ് വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കൊല്ലം 24 ബുക്ക് വായിക്കാൻ പറ്റും. അതൊരു നല്ല ക്വാളിറ്റിയാണ് എന്നൊക്കെ മിസ് പറഞ്ഞു തന്നു. ഞാൻ പകുതി വെച്ചാണ് കയറിയത് റേഞ്ച് ഇഷ്യൂസ് കാരണം. അതുകൊണ്ട് ഇത്രയും ഞാൻ കേട്ടോളൂ. മിസ് പറഞ്ഞത് ഒന്നും കൂടി കേട്ടോളൂ. ഇതാണ് അശ്വതി. അതായത് മിസ് പറഞ്ഞത് നമ്മൾ ഈ BBA കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കോഴ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ കോഴ്സ് കഴിഞ്ഞാൽ എന്നുള്ളത് കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി ആരോടെങ്കിലും ചോദിക്കണ്ട.
ഓക്കെ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത് 10ാം ക്ലാസ് എന്തെടുക്കുക, ഏതെടുക്കുക, +2 കഴിഞ്ഞിട്ട് ഇനി എന്താ ഏത് കോഴ്സിനെ പോവുക, BCom പോവുക, BBA പോവുക, ഇനി BBA കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ജോലിക്ക് പോകണോ, അതോ ഞാൻ MBA പോകണോ, അല്ലെങ്കിൽ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സിന് ചെയ്യണോ, അങ്ങനെ പല കൺഫ്യൂഷൻസ് നിങ്ങളുടെ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ആ സ്കിൽ, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ലേണിംഗ് സ്റ്റൈല്, ഇതിനനുസരിച്ച് നിങ്ങൾ ഒരു കരിയർ സെലക്ട് ചെയ്യാം, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ആ ഗോള് കൃത്യമായിട്ട് നന്നായി സ്മാർട്ടായിരിക്കണം. അത് നല്ല ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അതിങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് ഉണ്ടായിരിക്കണം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ, അപ്പൊ ഏത് ജോലിയാണെങ്കിലും അത് വളരെ കോമൺ ആയിട്ടുള്ള സെർട്ടൺ സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. സോഫ്റ്റ് സ്കിൽസ് ആവശ്യമാണ്. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ നോളജ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടണം. ഇതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡിഗ്രി നിങ്ങൾക്ക് വെറും 2 ബണ്ണ് മാത്രമാണ് ഒരു സാൻഡ്വിച്ചിലെ. അതിന്റെ ഒരു കണ്ടന്റ് ഒക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുക, നിങ്ങളുടെ ടീമായിട്ട് വർക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ക്വാളിറ്റി ഇല്ലേ, ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, നിങ്ങളുടെ ഇന്റലിജൻസ് വരുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു വർക്ക് ആസ് എ ടീമിനുള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എംപ്ലോയബിലിറ്റി, ഇത് കുറെ സെക്ഷൻസിൽ എടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ റഫായിട്ട് പറഞ്ഞ കുറച്ച് സെർട്ടൺ സ്കില്ലുകൾ നമ്മൾ ഈ കരിയർ സക്സസ് ആവാനും ലൈഫ് സക്സസ് ആവാൻ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ സബ്ജക്റ്റോ ഒന്നും ഒരു ജോലി നമുക്ക് കൊണ്ടുവരില്ല. നമ്മുടെ സ്കില്ലുകളാണ് നമുക്ക് ജോലി കൊണ്ടുവരുള്ളൂ. ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്യലാണ് ഇതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പൊ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്തിരിക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഗോള് കുറച്ച് സ്കില്ലുകൾ നിങ്ങൾക്ക് വേണം. അത് ആ സ്കില്ല് നിങ്ങൾക്ക് എന്തിന് മാച്ച് ആയിരിക്കണം, നിങ്ങളുടെ ഗോളിന് മാച്ച് ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഗോളിന് മാച്ചായ സ്കില്ലുകള് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ആ സ്കില്ലിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക ഡേ ബൈ ഡേ. അതുപോലെ ജീവിതത്തിൽ എന്ത് വന്നാലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ബ്ലെയിമിങ്, അതായത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും ബ്ലെയിം ചെയ്തിട്ട് നിങ്ങൾ ലൈഫ് മൂവ് ചെയ്താൽ നിങ്ങൾ സക്സസ് ആവില്ല. സക്സസ് ആയ എല്ലാ ആൾക്കാർക്കും സെർട്ടൺ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഗോൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവരുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്ന ആൾക്കാരാണ്. അവർ ആരെയും ബ്ലെയിം ചെയ്തിരുന്നില്ല. അവരെല്ലാവരും നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരായിരുന്നു. നന്നായി ടൈം മാനേജ്മെന്റ് നടത്തിയിരുന്നു. അവരെ പ്രയോറിറ്റി ലിസ്റ്റ്, ഇപ്പൊ പ്രയോറിറ്റി ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ചെയ്യേണ്ടത്, അതിന്റെ മുൻഗണനാക്രമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി ചെയ്യണം. ഓക്കെ, സോണി പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് സെർട്ടൺ ലിസ്റ്റുകൾ നമ്മുടെ കുറച്ച് ജീവിതത്തിൽ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ റീഡിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും വളരെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് റീഡ് ചെയ്തിട്ട് സ്കില്ല് ഇംപ്രൂവ് ചെയ്തിട്ട് നിങ്ങളുടെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് വേണം ഈ ഡിഗ്രി കഴിയുമ്പോൾ ഇവിടുന്ന് പോവാൻ. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങൾ നന്നായിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഈ സക്സസ് ആയ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആതിര. ഹലോ ആതിര ഇല്ല? ആതിര, പ്രശാന്ത് പോയാ? പ്രശാന്ത്, ഷംന ഷംന. അപ്പൊ ഈ സക്സസ് ഷംന ഷംന, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വാട്ട് ഈസ് ഹാബിറ്റ്? നമ്മളുടെ സ്വഭാവത്തിലൂടെ നമ്മൾ അതാണ് നമ്മുടെ ഹാബിറ്റ്. റിപ്പീറ്റ്, അതായത് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഹാബിറ്റ് അല്ലെ? നമ്മുടെ ഹാബിറ്റ് ആണ് നമ്മുടെ സ്വഭാവമായി മാറുന്ന ക്യാരക്ടർ. എന്താണ്? നമ്മുടെ ഹാബിറ്റ് ആണ് അല്ലെ? ആണോ ഷംന?
ഹലോ ഷമ്മയ്ക്ക് റേഞ്ച് ഇല്ല? സോണി ഹലോ സോണി, നമ്മളുടെ ഹാബിറ്റ് എന്ന് പറയണത് എന്താണ്? നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. ആ ഹാബിറ്റ് ഉണ്ട്, ഈ ഹാബിറ്റ് ഇല്ല, ആ ഹാബിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോഴല്ലേ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാവുന്ന കാര്യങ്ങൾ, നമ്മളെ ആക്ഷൻസ് ആണ്. നമ്മുടെ നല്ല ഹാബിറ്റ് ആണ് നമ്മൾ സക്സസ് ആവാൻ കാരണം. അപ്പൊ നല്ല സക്സസ്ഫുൾ ആയ ആൾക്കാരെ മോർണിംഗില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. സക്സസ്ഫുൾ ആയ ആൾക്കാരെ നമ്മൾ മോർണിംഗ് റുട്ടീൻസ് ഉണ്ട് സക്സസ്ഫുൾ ആയ ആൾക്കാർക്ക്. അവര് ശരിക്കും പറഞ്ഞ സക്സസ്ഫുൾ ആയ ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവര് മോർണിംഗില് നേരത്തെ എണീക്കും. മോർണിംഗ് ഹാബിറ്റ്സ്, ഏർലി വേക്കപ്പ് ആണ് സക്സസ് ആയ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി. ഓക്കെ, നമ്മൾ റുട്ടീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. അപ്പൊ നമ്മൾ മോർണിംഗിൽ ഏർലി വേക്കപ്പ് ആണ് സക്സസ്ഫുൾ ആയി. അപ്പൊ നമ്മൾ നേരത്തെ എണീക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, ധാരാളം വെള്ളം കുടിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒന്നുകൂടി ഷോർട്ടായിട്ട് മിസ് സ്ലൈഡ് കാണിച്ചാ കുട്ടികൾക്ക്? സ്ലൈഡ് തീർന്നാ? ഹലോ, കഴിഞ്ഞു. സ്ലൈഡ് മാറ്റുണ്ടായിരുന്നോ? ഒരുവിധം എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ. ഇവര് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചെയ്യേണ്ടത്, അന്ന് ആ ഈ ജോഹാരിന്റെ ഉണ്ടല്ലോ, അവർക്ക് ഒരു ഇത് കൊടുക്കുക, ട്രൈബ്സിന്റെ ഒരു സ്ലൈഡ് കൊടുക്കുക. ഞാൻ ഇട്ട് തരാം. എന്നിട്ട് ആ ട്രൈബ്സിന്റെ സ്ലൈഡ് അവരെ ക്യാരക്ടർ എന്താണ് അതിന് ക്വാളിറ്റീസ് ഐഡന്റിഫൈ ചെയ്യട്ടെ. എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതിയിട്ട് അവരെ പാരന്റ്സിനോടും അതുപോലെ അവരെ കുറിച്ച് എഴുതാൻ പറയാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ സെലക്ട് ചെയ്തതും അവർ പാരന്റ്സ് സെലക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഏതൊക്കെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട്. ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ ഇനിയിപ്പോ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ കുട്ടികൾക്ക് സത്യം പറഞ്ഞ ഗോളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് ഏകദേശം ഒരുപാട് പേർക്ക് ഗോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോരെ, ഇനി സമ്മപ്പ് ചെയ്യാലോ? ആയില്ലേ? സമ്മപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, അത് ഇനിയിപ്പോ ആരെങ്കിലും പറയോ? ഞാൻ തന്നെ സമ്മപ്പ് ചെയ്യാം അല്ലെ? വേണമെങ്കിൽ നമ്മൾ സമ്മപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. മിസ്സിന്റെ ഇഷ്ടം പോലെ. സമ്മപ്പ് ചെയ്യണോ? ഒന്ന് നിങ്ങൾ സാധാരണ എങ്ങനെ സമ്മപ്പ്? എന്തായാലും ഞാൻ സമ്മപ്പ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചെയ്തുതരാം. ഇവരിങ്ങനെ റെസ്പോൺസ് ചെയ്യാറ്? ഇപ്പൊ എന്തെങ്കിലും കൂടുതൽ കുറച്ചു പേർക്കൊക്കെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റും ഇന്നുമായി ഇങ്ങനെ നിൽക്കും. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. പിന്നെ അവർക്ക് ഇങ്ങനെ വളരെ ഇന്ററാക്ട്, അതിങ്ങനെ അവർ ശീലായി വരുന്നത് തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഷൈദ മിസ്സിന്റെ ക്ലാസ് ഒക്കെ കമ്പാരിറ്റീവ്ലി നല്ല ഇന്ററാക്ഷൻ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. അല്ല, നമുക്ക് കുട്ടികളെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, കുഴപ്പമില്ല. എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി ജീവിതത്തിൽ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും എന്റെ ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ആശ മിസ്സിനോടും എനിക്ക് വേണ്ടി സ്ലൈഡ് ഷെയർ ചെയ്ത സിമി മിസ്സിനോടും ഇതിനു വേണ്ടി എനിക്കൊരു എന്താ പറയാ ഒരു സെക്ഷൻ തന്ന രാജി മിസ്സിനോടും, പിന്നെ ഇങ്ങനെയൊക്കെ ഈ അവസരമൊക്കെ കുഴപ്പമില്ലാതെ എന്റെ കുട്ടി ഉറങ്ങുമായിരുന്നു. അപ്പൊ എണീറ്റിട്ടൊന്നുമില്ല. അതിന്റെ ഇടയിൽ എണീറ്റാൽ ഇത്രയും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അല്ല, ഇങ്ങനെ സാഹചര്യം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. മക്കളെ, ജീവിതത്തില് ഒരു പ്ലാൻ ഇല്ലാതെ പോയാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. ആദ്യം വേണ്ടത് നല്ലൊരു പ്ലാൻ ആണ്. അപ്പൊ പ്ലാൻ ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കാം. BBA ഡിപ്പാർട്ട്മെന്റ് എല്ലാ ടീച്ചേഴ്സും അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങളെ പാഷനാണ് ഞങ്ങൾ ടീച്ചിങ്. അതുകൊണ്ട് തന്നെ 4 അധ്യാപകരും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കരിയർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. അപ്പൊ നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യണ പോലെ തോന്നില്ല. അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കരിയർ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കൃത്യം സ്മാർട്ടായിട്ടായിരിക്കണം ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ദിവസവും സക്സസ് ആവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, മറ്റവരെ കുറ്റം പറഞ്ഞു, സാഹചര്യത്തെ പഴി പറഞ്ഞു, അല്ലെങ്കിൽ പാരന്റ്സിനെയും ഫാമിലിയെയും കൺട്രീനെയും പൊളിറ്റീഷ്യൻസിനെയും രാജ്യത്തിനും ഒക്കെ കുറ്റം പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവില്ല. സക്സസ് ആയ ഒരാളും ആരെയും കുറ്റം പറയാറില്ല. അവരവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലേണിംഗ് ഫ്രം ദെയർ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ ലേൺ ചെയ്യും കേട്ടോ. എപ്പോഴും മിസ്റ്റേക്ക് നടത്തിയിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറയാല്ല. ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ ലേൺ ചെയ്തിട്ട്
ഇനി അത്തരത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അത് സച്ചിൻ തെണ്ടുൽക്കർ ഒരു കഥ പറയുന്നുണ്ടായി. എനിക്ക് അത്രയും വലിയ സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല. ആളെ ഒരു ആളുടെ ഒരു നമുക്കറിയാം സച്ചിന്റെ എന്താ പറയാ ക്യാച്ച്, ഒരു ബൗളർക്ക് ക്യാച്ച് കിട്ടുക, ആളെ ബൗളിങ്ങില് അങ്ങനെ ഒരു ക്യാച്ച് ചെയ്ത് അയാൾ ഔട്ടാക്കാന്ന് പറഞ്ഞ എല്ലാ ബൗളറുടെയും സ്വപ്നാണ്. അപ്പോ സച്ചിൻ അത് കഴിഞ്ഞിട്ട് ആ സീരീസ് കഴിഞ്ഞിട്ട് സച്ചിനോട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതി തരുമെന്ന് ചോദിച്ചപ്പോ സച്ചിൻ എഴുതി കൊടുത്തത് ഇത്രയേ ഉള്ളൂ കണ്ടന്റ്, ഇനി ഇതൊരിക്കലും എന്റെ ലൈഫിൽ സംഭവിക്കില്ല. അതായത് ഇനി ആ ബൗളർ എനിക്ക് ഇനി ബൗൾ ചെയ്യുമ്പോ ഞാൻ ആളെ സ്ട്രാറ്റജി മനസ്സിലാക്കി, ഇനി ആൾക്ക് ഒരിക്കലും എന്നെ ഔട്ടാക്കാൻ സാഹചര്യം കൊടുക്കില്ല എന്ന്. അങ്ങനെ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും സെറ്റ് ബാക്ക് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാല് വി ഹാവ് ടു ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണെങ്കിൽ ഫെയിലിയർ ആവാം, ചിലപ്പോൾ 5-6 വർഷം ലൈഫിൽ പോയിട്ടുണ്ടാവും ഫെയിലിയർ ആയിട്ട്. പക്ഷെ ആ ഫെയിലിയറിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് അതിൽ നിന്നൊരു കിട്ടിയ പാഠം, ലെസൺ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് പറയുന്നത് കുറ്റപ്പെടുത്തിയിട്ട് സമയം കളയണ്ട, നമ്മൾ എപ്പോഴും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിസ്സുമാരൊന്നും ഓൺലൈൻ മോഡിൽ പഠിപ്പിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ മോഡിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് തന്നെ എടുക്കുന്നത്, ഒരു ഓൺലൈൻ ക്ലാസ് തന്നെ ഓൺലൈൻ മോഡിൽ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ടെക്നോളജി അറിയായിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ കുറെ കവർ ചെയ്ത് വരണം. പല മെത്തേഡുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യണ്ട, നമ്മൾ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തണ്ട. ഓക്കെ, നമ്മൾ തന്നെ നല്ല ബെറ്റർ വേർഷൻ ആവുക. അങ്ങനെ തന്നെയാണല്ലോ ഓരോ മൊബൈൽ നോക്കി നോക്കൂ, അപ്ഡേഷൻസ് ചെയ്യണതുണ്ട്, അവരുടെ തന്നെ ബെറ്റർ വേർഷനിൽ ചെയ്യണത്. നമ്മളുടെ വെർഷൻ നന്നാക്കുക. നമ്മൾ മറ്റവരെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അതിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു വാക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യലാണ് നമ്മളുടെ അപ്ഡേറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്ഡേറ്റഡ് ആവുക, നമ്മൾ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യുക. ഓരോ വർഷവും നല്ല സക്സസ് ആയ ആൾക്കാരെ കാണുമ്പോൾ കഴിഞ്ഞ വർഷം അച്ചീവ് ചെയ്യുന്നതിനെക്കാട്ടി ഈ വർഷം അച്ചീവ്മെന്റ് കൂടണം. കഴിഞ്ഞ വർഷം കണ്ട ആൾ എന്നോട് ചോദിക്കുകയാണ്, ടീച്ചർ കഴിഞ്ഞ PhD ചെയ്തു, ഞാൻ ഈ വർഷം എന്താ അപ്ഡേറ്റ് ചെയ്തിരുന്നു? ഞാൻ കഴിഞ്ഞ വർഷം PhD ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഒന്നായിട്ട് ഈ ഒരു 12 months ഞാൻ എന്താ ചെയ്തത്? 365 days ഒന്നും ചെയ്തില്ലേ? ഒരു ആർട്ടിക്കിൾ എഴുതിയില്ല, ഒരു പബ്ലിക്കേഷൻ ചെയ്തില്ല, ഞാൻ ഗൈഡ് ആയില്ല. ഇതൊന്നല്ല ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മുടെ പണ്ടത്തെ യെസ്റ്റർഡേസ് വിന്നേഴ്സ് ടുഡേസ് ആരഗൻസ് എന്ന് പറയും. മുമ്പ് ഞാൻ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, മുമ്പ് എനിക്ക് അപ്പൂപ്പ ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ഗോൾ ഒരിക്കലും നമ്മൾ അരഗന്റ് ആവരുത്. വിന്നേഴ്സ് ഒരിക്കലും അരഗന്റ് അല്ല, ആവാൻ പാടില്ല. നമ്മളങ്ങനെ സക്സസ് ആയിട്ടുള്ള മന്ത്രാസം കേട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. നമ്മൾ എന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പും. അത് രാത്രി കിടന്നുറങ്ങും ചോദിക്കണം, ഞാൻ എന്തൊക്കെ കാര്യം ഇന്ന് ചെയ്ത് എന്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ ഞാൻ ഇന്ന് ചെയ്ത കാര്യം എന്താണ്? അങ്ങനെ ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് ഇന്നൊന്നും നിങ്ങൾ എത്തുക. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ബിൽഡ് യുവർ ബെസ്റ്റ് നെറ്റ്വർക്ക്, നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നോക്കൂ, ഡിപ്പാർട്ട്മെന്റ് 4 അധ്യാപകർ നല്ല കണക്ഷൻ, കോളേജിൽ എല്ലാവരും നല്ല സ്നേഹമാണ്. നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇടപെടുന്ന മേഖലയിലും നിങ്ങൾക്കുമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമാണ്. അപ്പൊ നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കണം, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, നല്ല ഹാബിറ്റ് ഫോം ചെയ്യണം. മോർണിംഗിലെ നല്ല കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. അപ്പൊ നേരത്തെ എണീക്കുക. ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഉറങ്ങായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ സമയം നിങ്ങളുടെ സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ മക്കളെ? കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യട്ടെ മിസ്? മിസ് നെറ്റ് ഇഷ്യൂ ഉണ്ടാകാ മിസ് നേരത്തെ ചോദിച്ച് ക്ലിയർ ആയില്ല. കേട്ടപ്പോ മിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ടോ മിസ്സിനോട്? വൈൻഡപ്പ് ചെയ്യട്ടെ മിസ്? വൈൻഡപ്പ് ചെയ്തോളൂ. ശരി മിസ്സേ, കുഴപ്പമില്ല. ഓക്കെ. ഹലോ രാജി മിസ്സേ. ഹലോ രാജി മിസ് ഇവിടെ ഉണ്ട് കേട്ടാ, ഫുള്ള് കേട്ടു. അതെ, ഇൻസ്പയറിംഗ് ടോക്ക്. കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഗോൾ ഉണ്ടാവണം. ഹലോ മിസ് പറയൂ. ഹലോ, ഗോൾ ഉണ്ടാവണം, അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. അവർക്ക് കുറെ ഐഡിയ ഈ ഇത്രയും ദിവസത്തെ ക്ലാസ്സിനുള്ളിൽ ചെറിയൊരു ഐഡിയ അല്ല, വളരെ ക്ലിയർ ആയിട്ട് അത്യാവശ്യം ഐഡിയകളായിട്ടാണ് കുട്ടി ഈ 7 days കംപ്ലീറ്റ് ചെയ്യുമ്പോൾ
ഉണ്ടാവുക. അപ്പൊ അതേ ടീച്ചറുടെ ക്ലാസ് വളരെ എഫിഷ്യന്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ക്ലാസ് ആണ്. കാരണം ഇനി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടിക്ക് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഷഹീദ മിസ്സിന് വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു ക്ലാസ് ലീഡ് ചെയ്തതിന്. വളരെ ആക്റ്റീവ് ആയിരുന്നു, വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതാണ് സെഷന്റെ വേറൊരു പ്രത്യേകത. കുട്ടികളൊക്കെ ടീച്ചർ ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. എന്തായാലും ടീച്ചർക്കും താങ്ക്സ്, കേട്ട കുട്ടികൾക്കും നന്ദി. സീരിയസ്ലി ഒരുപാട് നന്ദിയുണ്ട് ഷഹീദ മിസ്സേ. കാരണം എന്താ വെച്ചാൽ നന്ദിനെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു. ശരിക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോ ഒരു പുതിയ മോർണിംഗ് തന്നതിന് പോലും നന്ദി പറയേണ്ട അത്രയും അൺസർട്ടനിറ്റി കൂടിയാണ് നമ്മളിപ്പോ കടന്നു പോണേ. സോ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് ഷഹീദ മിസ് തന്നെ പറഞ്ഞു, 2 ബണ്ണിന് ഇടയിലുള്ള സാൻഡ്വിച്ച് ഫില്ലാക്കാനുള്ള സർവ്വ കണ്ടന്റും ഇതോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ജൊഹാരി വിൻഡോയുടെ സീരീസ് ഒക്കെ മിസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നോളൂ. നമ്മൾ സ്റ്റുഡൻസിന് അത് ഷെയർ ചെയ്ത് കൊടുത്ത് അതൊരു ആക്ടിവിറ്റി ആക്കി നമുക്കത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ അന്ന് അവർക്ക് അതേ പിന്നെ ആ ആക്ടിവിറ്റി എടുക്കാതിരിക്കാൻ കാരണം ഞാൻ അന്നിപ്പോ കയറി വന്നിട്ട് അപർണ ചെയ്തതാണെന്ന് എനിക്ക് സംശയം തോന്നി. ജോഹാരി വിൻഡി ആണോ സംശയം തോന്നി. അർച്ചന ഇതേ ലിമിറ്റേഷൻ അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ഓൺലൈനിലാവുമ്പോ നമുക്കൊരു ഫുൾ ഫ്ലെജ്ഡ് ഇന്ററാക്ഷൻ കിട്ടില്ലല്ലോ. സോ അതൊരു നോട്ട് കീപ്പിങ്ങിന് സ്ട്രെങ്ത് വീക്ക്നെസ് തന്നെയാണ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, അത് നമുക്കൊരു പേഴ്സണൽ ആക്ടിവിറ്റി ആയിട്ട് വി ക്യാൻ കണ്ടക്ട് ഇറ്റ് ഇൻ എ ഫുൾ ഫ്ലെജ്ഡ് മാനർ ഔട്ട്സൈഡ് ദിസ് സെഷൻ. അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എനിക്കറിയാം കുട്ടി ഇവിടെ ഒരാളെ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രയും ടൈം അത് വളരെ വാസ്റ്റ് ആയിട്ട് ഹൗ ടു സെറ്റ് എ ഗോൾ, ഹൗ യു ഹാവ് ടു ബി, അത് മാത്രമല്ല ഹൗ യു ഷുഡ് സെറ്റ് എ സ്മാർട്ട് ഗോൾ, വാട്ട് ഇസ് ഇറ്റ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് യു നീഡ് ടു ബി എംപ്ലോയബിൾ എന്ന് വേണ്ട നമ്മളൊരു ലൈഫിൽ കരിയറിൽ നിന്ന് മാത്രം ഞാൻ പറഞ്ഞു ഒതുക്കില്ല, ലൈഫിൽ പോലും സക്സസ് ആവാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് ഷഹീദ മിസ് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയുന്നത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ടാണ് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ ബോത്ത് ഇൻ യുവർ കരിയർ, ഇൻ യുവർ ഫാമിലി ലൈഫ്, ഇൻ യുവർ സോഷ്യൽ ലൈഫ്. എന്തുകൊണ്ടാണ് യു ആർ സക്സസ്ഫുൾ എന്നായതിന്റെ ഒരു ആൻസർ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടി. സോ ദിസ് ഇസ് യുവർ സക്സസ് മന്ത്ര എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ഒരുപാട് നന്ദിയുണ്ട് ഡിയർ. താങ്ക് യു സോ മച്ച്. റെക്കോർഡഡ് സെഷൻ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഡെഫിനറ്റ്ലി വിൽ ഷെയർ ഇറ്റ് വിത്ത് അവർ സ്റ്റുഡൻസ്. ഡെഫിനറ്റ്ലി. കുട്ടീനെ കൊണ്ട് ഒരു ഫീഡ്ബാക്ക് പറയിപ്പിക്കാമോ? പിന്നെന്താ, സീരിയസ്ലി ആരാ? ബേനസീർ ഒരു ഫീഡ്ബാക്ക്, ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ. മിസ് ഇത്രയും കഷ്ടപ്പെട്ട ഒരു സെഷൻ എടുത്തതിന്റെ somebody give a feedback. Miss, can I speak, Miss? Yes. Who is? പറഞ്ഞോളൂ. ഇതുപോലെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്നതിന്, അതും കരിയറിനെ പറ്റിയിട്ട് ഇത്രയും നന്നായി ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്നതിന് ഷഹീദ മിസ്സിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം പറഞ്ഞിരുന്നു മിസ്. അതുപോലെ റീഡിങ് എല്ലാം ഭയങ്കര ഹൃദയത്തിൽ തട്ടി എന്ന് തന്നെ പറയാം. എല്ലാം നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. പിന്നെ നെറ്റ് ഇഷ്യൂ ഉള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഷംന, താങ്ക് യു. ഇതുപോലൊക്കെ ഫോളോ ചെയ്യൂ കേട്ടോ. താങ്ക് യു. അപ്പൊ ശരി, ബൈ. ബൈ. താങ്ക് യു.